ആദ്യം നീ ഒന്ന് സമാധാനപ്പെട്ടിട്ട് വാണി. എന്താ എന്താ പറ്റിയേ? എന്തിനും പേടിക്കുന്ന സ്വപ്നം കണ്ടോ? എന്താടി മോളെ, എന്ത് പറ്റിയേ? എന്താ റാണി, എന്താണെങ്കിലും അമ്മനോട് പറ. എന്തേ, വയറിനെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഈ നേരത്തെ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കൂടുതലാണെങ്കിൽ പറ, നമുക്കൊന്ന് ഡോക്ടറിനെ കാണിച്ചു വരാന്നേ. എന്തോ സ്വപ്നം കണ്ട് വല്ലാണ്ടങ്ങ് പേടിച്ചു പോയെന്നാ തോന്നുന്നേ. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞ് വരുന്നേ കൂട്ടത്തിൽ തന്നെ ഒരു പൂജാരിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. എനിക്കെന്തോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടാത്ത പോലെ, ഈ വീടിന് ചുറ്റും എന്തൊക്കെയോ നടക്കുന്ന പോലെ. എന്തായാലും പൂജാരിനോട് കാര്യം പറഞ്ഞേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തീർന്നു കിട്ടുമല്ലോ. എന്തോ മനസ്സിനൊരു സമാധാനം തന്നെ കിട്ടുന്നില്ല. അവനാണെങ്കിൽ ഇവിടെ ഇല്ല. എന്തായാലും പൂജാരിനെ കണ്ടേ മതിയാവൂ. ഒന്നാമത് ഇത്രയും കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ പോവാ. എന്തായാലും കുഞ്ഞിനൊരു ആപത്തും വരാത്ത രീതിക്ക് പൂജ ചെയ്യിപ്പിക്കണം. അത് മാത്രല്ല, വീട്ടുകുടിക്കലിനെ പൂജാരിനെ വെച്ച് പൂജ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അതാകുമ്പോ നാളെ തന്നെ ഒരു പൂജ നടത്താം. ശരിയുടെ മക്കളെ, നോക്കി പോട്ടാ. ശരി അച്ഛമ്മേ. അല്ല അമ്മയും അച്ഛമ്മയും ഇന്ന് ചെക്കപ്പിന് പോണില്ലേ? അതന്നെ, ഇന്നലെ വാവന്റെ ഫസ്റ്റ് സ്കാനിങ്. എന്തായാലും പോണട്ടോ. ഓ പിന്നെ പോവാണ്ട് എന്തായാലും പോണം മക്കളെ. നിങ്ങൾ പോയിട്ട് പോവാന്ന് വിചാരിച്ച് കാത്തുക്കുക. അമ്മയാണെങ്കിൽ രാത്രി ഒരുപാട് കണ്ണടച്ചിട്ടില്ല. ഇപ്പഴൊന്ന് നേരെ കിടക്കുന്നേ. അതാ കുറച്ചേരം അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഓ ഇന്നലെ തന്നെ ഛർദിയൊക്കെ അല്ലായിരുന്നോ ചേച്ചി? അതിന്റെ ക്ഷീണമായിരിക്കും അല്ലേ അച്ഛമ്മേ? ആ അങ്ങനെ ആയിരിക്കാം. കാരണം ഇന്നലെ രാത്രി എന്താ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞേ നിന്റെ അമ്മ ഞെട്ടി എണീച്ചിന്റെ അടുത്തേക്ക് വന്നായിരുന്നു. അതിനുശേഷം പോയി കടന്നതാ. പുലർച്ചെ അയക്കണേ കിടക്കാൻ പോകുമ്പോഴത്തേക്കും. അതാ ആളാകെ ക്ഷീണത്തിലാ. അവളൊന്ന് എണീച്ചിട്ട് വേണം കാണിക്കാൻ പോവാനേ. ഓ പഴയൊരു ഓട്ടക്കാരനെ അറിയണില്ലായിരുന്നോ? അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോ പേടിയില്ലാതെ പോവാലോ. ഓ അതേതായാലും നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ വല്ല പ്രേത ഓട്ടക്കാരനായിരിക്കും ഇവിടുന്ന് കിട്ടാൻ മതിയാവാ. എന്താ മക്കളെ? പോവാന്ന് പറയല്ലേ മക്കളെ? പോയിട്ട് വരാന്ന് പറയേ. ആയിക്കോട്ടെ മക്കളെ. അഥവാ അമ്മയും അച്ഛമ്മയും വരാൻ വൈകുവാണെങ്കിലേ താക്കോലതേ എപ്പോഴും വെക്കുന്ന പോലെ കയറ്റുപോയിന്റെ അടിയിൽ വെക്കാം. മക്കൾ അവിടെ നിന്ന് എടുത്തോണ്ടി കേട്ടാ. എന്നാ പിന്നെ മക്കൾക്ക് വേഗണ്ട. മക്കൾ ഇറങ്ങിക്കോ. ചേച്ചി ആരുടെ അത്? ആർക്കറിയാം? ഇവരെന്താ നമ്മളെ വീട്ടിന് മുന്നിൽ നോക്കി
ഗ്രാമത്തിന്റെ ചരിത്രത്തിനെ കുറിച്ചും ഈ മുനിയമ്മയ്ക്ക് നിശ്ചയുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ നിങ്ങളെ തേടി വന്നേ. എന്റെ കൂടെ വരി, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇല്ല മക്കളെ, ഒരിക്കലും ഞാനൊരു പ്രേതല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഇവിടെ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്നാ മാത്രം മതി. ചേച്ചി, അവരെ കൂടെ ഒന്ന് പോയി നോക്കാടി. എന്തായാലും പെട്ട് എന്തായാലും നമ്മളെ കൊല്ലാനൊന്നും പോണില്ലല്ലോ. നമുക്കെന്തായാലും ഈ വീടിനെ കുറിച്ച് അറിയണമെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചതല്ലേ. വീടിനെ കുറിച്ച് അറിയുകയും ചെയ്യാം, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. വാ ചേച്ചി, പോയി നോക്കാം. അതന്നെ ഞാനും വിചാരിക്കുന്നേ. എന്തായാലും സ്കൂളിലേക്ക് പോവാ. ആ വഴിക്ക് ഇവരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാലോ. അതന്നെ. മക്കളൊന്നും കൊണ്ട് പേടിക്കണ്ട. ഈ മുനിയമ്മന്റെ അടുത്ത് എത്തിപ്പെട്ടില്ലേ, ഇനി മക്കള് ഒരു പ്രശ്നമില്ലാതെ എല്ലാത്തൊന്നും കഴിച്ചിലാവും. ഈ മുനിയമ്മ കഴിച്ചിലാക്കും.